പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ATM-ൽ ഒരു രൂപ ലഭിക്കൂ. ഇപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ. നമ്മുടെ സാധാരണ ഏതെങ്കിലും ഷോപ്പിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ സൗണ്ട് ബോക്സിൽ കേൾക്കുന്നതാണ്. ഇത് മിക്കവാറുമുള്ള ഷോപ്പുകളിലെല്ലാം ഉണ്ട്. അത് അവർ തിരക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണ് പൈസ അയച്ചത് എന്നുള്ളത് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണിത് ഈ ബോക്സ് അവരെ സഹായിക്കുന്നത്. ഇനി നമ്മുടെ ഫോണിൽ ഇതുപോലെ ഒന്നും ഇല്ലാതെ തന്നെ, നമ്മുടെ ഈ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ ഫോണിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ കണക്കിനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമായിരിക്കും. കാര്യം നമ്മൾ എന്തെങ്കിലും തിരക്കിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ നോക്കുന്നതിനേക്കാളും നമുക്ക് ഇത് കേട്ട് നമുക്ക് മനസ്സിലാക്കാം. വളരെ ഒരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ചില ഫോണിൽ ഇതിൽ വർക്കാകത്തില്ല കേട്ടോ. അതെന്താണ് കാരണമെന്നറിയില്ല. നമ്മുടെ പഴയ ഫോണുകളിലൊന്നും ചില ഫോണുകളിൽ വർക്കാകത്തില്ല. പക്ഷേ എൻ്റെ ഫോണിൽ ഇത് 4-5 ദിവസം കൊണ്ട് എൻ്റെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ കറക്റ്റാണ് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ 2-3 പേരുടെ ഫോണിൽ ഇത് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോൺ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നതാണ്. എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ ഏതാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ UPI പേയ്മെൻറ്റ് അലോൺസർ ആപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് 4.3 റേറ്റിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും. നല്ല രീതിയിലുള്ള റിവ്യൂ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് കൊടുക്കുക. അങ്ങനെ ഒരു പോപ്പപ്പ് വരും. നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ്റെ പോപ്പപ്പാണ്, നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഫോണിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വരിക. അതിനുശേഷം നമുക്കിവിടെ 1-2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇയാൾ പേയ്മെൻറ്റ് എന്നുള്ള ഇതിൽ നമുക്ക് ഏതിലാണോ ഇത്, ഗൂഗിൾ പേ ആണോ നമ്മൾ PayTM ആണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഗൂഗിൾ പേ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ PayTMോ ഫോൺ പേ ആണോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡാറ്റാസാണ് കൊടുത്തിരിക്കുന്നത്, അത് അതേപോലെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. അതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് അവർ ഡിഫാൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിവിടെ ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വോളിയത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ മാക്സിമം അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. വോളിയം കൂട്ടാനും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ മലയാളം നമ്മൾ കൊടുക്കുക. ഇംഗ്ലീഷ് ആവശ്യമുള്ളവർക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത്രയായി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കേട്ടോ. ഒരു പരസ്യം വരും, നമ്മളത് കാണുക. അതിനുശേഷം നമുക്ക് ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓക്കെയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും ഇതിലേക്ക് പൈസ അയക്കുകയാണ്. ഗൂഗിൾ പേ വഴി രതീഷ് കണ്ണനിൽ നിന്ന് ₹1 പേയ്മെന്റ് ലഭിച്ചു. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധിക്കും ആ പൈസ അയച്ചതിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട്. ആ സൗണ്ട് നമുക്ക് ഫോണിൽ തന്നെ കേൾക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.